നമസ്കാരം. സംസ്ഥാനത്തെ എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം തരുന്ന ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 3200 രൂപയാണ് ഇത്തരത്തിൽ ഈ മാസത്തെ പെൻഷൻ നമുക്ക് എല്ലാവർക്കും സംസ്ഥാന സർക്കാർ അനുവദിച്ചു തന്നത്. ഒരു മാസത്തെ കുടിശ്ശികൂടി കൂട്ടിച്ചേർത്താണ് ഇത്തരത്തിൽ മെയ് മാസത്തിൽ 3200 രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ ലഭിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു അറിയിപ്പ് വന്നത് നിങ്ങളെ നേരത്തെ അറിയിച്ചു തന്നെയാണ്. നമ്മളുടെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 25 മുതൽ 2025 മസ്റ്ററിങ് ആരംഭിക്കുകയാണ്. ഈ ഒരു മസ്റ്ററിങ് ഓഗസ്റ്റ് മാസം 24 തീയതി വരെയാണ് സമയം അനുവദിച്ചു തന്നിരിക്കുന്നത്. ഈ ഒരു സമയപരിധിക്കുള്ളിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും, അതായത് സാമൂഹിക സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുൾപ്പെടെ പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകളും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ്. ഇനി കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളൊക്കെ നമ്മളുടെ വീടുകളിലുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിലേക്ക് എത്തി മസ്റ്ററിങ് പൂർത്തിയാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ വളരെ സന്തോഷകരമായ മറ്റൊരു അറിയിപ്പ് കൂടി എത്തിയിട്ടുണ്ട്. രാജ്യത്തെ കർഷകർക്ക് PM കിസാൻ സമ്മാൻ നിധിയിലൂടെ ലഭിക്കുന്ന 20ാമത്തെ ഗഡു, 19 ഗഡു ഇപ്പോൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ 20ാമത്തെ ഗഡുവാണ് വിതരണം ചെയ്യുവാൻ പോകുന്നത്. ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത കൃഷിക്കാർക്ക് ഇപ്പോൾ അപേക്ഷിക്കുവാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നാണ് അറിയിക്കുവാനുള്ളത്. ഇനിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ ഇതിന് അപേക്ഷ നൽകാൻ കഴിയുന്നില്ല എങ്കിൽ നേരിട്ട് കൃഷിഭവനിലേക്ക് എത്തുക. കൃഷിഭവനിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഭൂനികുതി അടച്ച രേഖകൾ കരുതണം. അതോടൊപ്പം തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവ കൃഷിഭവനിലേക്ക് കൊണ്ടുപോയി നമുക്ക് ഇതിനകത്ത് അംഗമാകാൻ കഴിയുന്നതാണ്. 2000 രൂപയാണ് സംസ്ഥാനത്തെ എല്ലാ കൃഷിക്കാർക്കും, അതായത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധിക്ക് അർഹതയുള്ള എല്ലാ ആളുകൾക്കും ഇനിയിപ്പോൾ എത്തുവാൻ പോകുന്നത്. ജൂൺ മാസത്തിൽ തന്നെ ഈ ഒരു സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡു വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു അറിയിപ്പ് വന്നിട്ടുള്ളത് PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്നതും അല്ലാത്തതുമായ കർഷകരുടെയും കൃഷി സംബന്ധമായ കാര്യങ്ങൾ ഏകീകരിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ മറ്റൊരു പോർട്ടലിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അഗ്രിസ്റ്റാക്ക് എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ കർഷകരുടെ എല്ലാ വിവരങ്ങളും ശേഖരിച്ചു തുടങ്ങിയിരിക്കുന്നത്. കൃഷി രീതിയും ഈ ഒരു പോർട്ടലിലൂടെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. നിലവിലിപ്പോൾ ഭൂമിയുള്ള കർഷകർക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് ഈ ഒരു രജിസ്ട്രേഷൻ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കുന്നത്. ഇതിനായിട്ട് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, അതോടൊപ്പം തന്നെ നമ്മളുടെ കരമടച്ച രസീതുമായി നമുക്ക് കൃഷിഭവനിലേക്ക് എത്തി ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മളുടെ ഈ സംസ്ഥാനത്തെ കൃഷിക്കാരുടെയും കൃഷി രീതിയും ഒക്കെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് PM കിസാൻ സമ്മാൻ നിധിയുടെ 20ാമത്തെ ഗഡു കിട്ടാതിരിക്കില്ല. 20ാമത്തെ ഗഡു എന്തായാലും ഈ മാസം തന്നെ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇതിൽ രജിസ്റ്റർ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മളുടെ PM കിസാൻ സമ്മാൻ നിധി അംഗമായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ മാസം 2000 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നതായിരിക്കും. സംസ്ഥാനത്തെ കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ആശ്വാസം തരുന്ന വാർത്ത തന്നെയാണ്. 2000 രൂപ നമ്മളുടെയൊക്കെ അക്കൗണ്ടിലേക്ക്, അതായത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരാൻ പോകുന്നത്. അതുകൊണ്ട് ഇനി ആരെങ്കിലും ആധാർ കാർഡുമായി അക്കൗണ്ട് നമ്പർ ബന്ധിപ്പിക്കുവാനുണ്ടെങ്കിൽ അത് എത്രയും വേഗം പൂർത്തിയാക്കി വെക്കുക. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി നിങ്ങൾ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്